എമ്പുരാൻ സിനിമ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് ആ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പല സീനുകളും പല രാഷ്ട്രീയ പാർട്ടിയും ആക്രമിക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് BJPയെ തകർക്കുന്ന രീതിയിലും അതേപോലെ BJPയുടെ നേതാവായിട്ടുള്ള നരേന്ദ്രമോദിക്ക് നേരെയുമാണെന്ന് പറഞ്ഞ് കുറേയധികം സംഖ്യകളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇതിനെ ബാൻ ചെയ്യണം, ഇതിൻ്റെ സീൻസ് എല്ലാം കട്ട് ചെയ്ത് കളയണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചർച്ചാ വിഷയങ്ങളും അതിന് മെയിനായിട്ട് പൃഥ്വിരാജിനെതിരെ മെയിനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മോഹൻലാലല്ല ഇത് ചെയ്തത്, പൃഥ്വിരാജാണ് ഇത് മനഃപൂർവ്വം ചെയ്തത്, പൃഥ്വിരാജ് ആരെ കാണാൻ പോകുന്നു, എന്തിനു കാണാൻ പോകുന്നു, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം, അതുപോലെ തന്നെ പൃഥ്വിരാജാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് തന്നെ മേജർ രവി ഇതേ കണക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മോഹൻലാലിന് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല, പൃഥ്വിരാജാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം രാത്രി മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. തൻ്റെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇങ്ങനെ തൻ്റെ മോനെ കുറേ ആൾക്കാർ ബലിയാടാക്കാൻ നോക്കുകയാണ്, അതിന് ഞാൻ സമ്മതിക്കില്ല, ഞാനുള്ളവരെ ഇതെല്ലാം മോഹൻലാലും അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂരും എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം സീൻ കണ്ടതിന് ശേഷമാണ് ഈ സിനിമ അപ്രൂവ് ആയത് തന്നെ. അപ്പോഴത്തേന് ഇത് എൻ്റെ മോൻ്റെ പേരിൽ മാത്രം വെക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ അവൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും. എൻ്റെ നിന്നും വീഴുന്ന ഓരോ കണ്ണീരിനും എല്ലാവരും വില പറയേണ്ടി വരും എന്നാണ് മല്ലിക സുകുമാരൻ ഒരു വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നതും. ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളായിട്ടുണ്ട്. ആരാണ് ഈ ഒരു പൃഥ്വിരാജിനെ കൊടുക്കാൻ ശ്രമിക്കുന്നത്, സിനിമ ഉള്ളവർ തന്നെയാണ് ഇത് ശ്രമിക്കുന്നതെന്ന് മല്ലിക സുകുമാരൻ ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് ഇതിന് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ മേജർ രവിയുടെ കാര്യം മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താൻ ചെയ്ത ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളൊരു കാര്യവും. എൻ്റെ മകനെ എങ്ങനെയൊക്കെ കൊടുക്കാൻ നോക്കിയാലും അതൊന്നും നടക്കത്തില്ല, ഞാൻ അവനെ നല്ല രീതിക്ക് തന്നെയാണ് വളർത്തിയേക്കുന്നത്, എൻ്റെ കൂടെ ദൈവം കാണും, ആരൊക്കെ കള്ളം പറയുന്നു, ആരൊക്കെ അവനെ ചതിക്കാൻ നോക്കുന്നു, ഇതെല്ലാം ഇന്ത്യയിൽ അവരവരുടെ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ എല്ലാവർക്കും അവരവരുടെ ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു നോട്ടായിരുന്നു ആ ഒരു ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഇത് ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം മല്ലിക സുകുമാരൻ ഇങ്ങനെ പറയുമ്പോഴത്തേന് കുറേയധികം പേര് ഇതിന് മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെയും കുറേ പേര് പൃഥ്വിരാജിനെ അങ്ങനെ തന്നെ ആക്രമിക്കുന്നവരുണ്ട്, ഈ ഒരു സിനിമയെ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ആ സിനിമ 2 മിനിറ്റോളം കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? പൃഥ്വിരാജാണോ ഇതിൽ മെയിനായിട്ട് എല്ലാം മോഹൻലാലിനെ എല്ലാം കുടുക്കിയത്, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് ഒന്നും മോഹൻലാലൊന്നും കാണാതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.